നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. കൺവേർഷൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലെങ്തിന്റെയും വെയിറ്റിന്റെയും ഒക്കെ എഴുതാൻ 2-3 പ്രോബ്ലം പറയാനുണ്ട്. ഓക്കെ, അത് പറയാം. എക്സാമ്പിൾ 5, പേജ് നമ്പർ 45. Question: Express following in rupees using decimals. തന്നിരിക്കുന്നത് കുറെ പൈസയാണ്. പൈസേനെ എന്ത് ചെയ്യണം? ഡെസിമൽസ് ഉപയോഗിച്ചുകൊണ്ട് റുപ്പീസിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. എത്രയ്ക്കാ തന്നെ? 8 പൈസ, 8 rupees 8 പൈസ, 88 rupees 88 പൈസ, 60 പൈസ, 325 പൈസ. ഇത്രയും പൈസേനെ നമുക്ക് എന്ത് ചെയ്യണം? റുപ്പീസിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പോ 1 രൂപ എന്ന് പറയുന്നത് 1 റുപ്പി എന്ന് പറയുന്നത് 100 പൈസയാണെന്ന് അറിയാം അല്ലേ? അറിയാലോ, 100 പൈസയാണ് 1 റുപ്പി. അപ്പോ 8 പൈസ എന്ന് പറയുന്നത് 8 by 100. 100 പൈസയിൽ 8 ആണ് 8 പൈസ. റുപ്പീസ് 1 റുപ്പിയില് 8 പാർട്ടാണ്. 1 റുപ്പീനെ 100 പൈസ ആക്കിയതിൽ 100 പാർട്ട് ആക്കിയതിൽ 8 പാർട്ടിനെയാണ് നമ്മൾ 8 പൈസ എന്ന് പറയുന്നത് അല്ലെ? 8 പൈസ എന്ന് പറഞ്ഞാല് 100 പൈസയിൽ 8 പാർട്ട് അല്ലേ? അപ്പോ 8 by 100. 8 പൈസ എന്ന് പറയുന്നത് 8 by 100. 8 by 100നെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ 0.08. അപ്പോൾ 8 പൈസ ഈസ് ഈക്വൽ ടു റുപ്പീസ് 0.08. ഇനിയിപ്പോ 80 പൈസ ആണെങ്കിലോ 80 by 100 എന്ന് വരും. 80 by 100 എന്ന് പറയുമ്പോൾ 0.8. 80 by 100 എന്ന് പറയുമ്പോൾ 0.8 അല്ലെ? 2 ഡെസിമൽ അല്ലേ വേണ്ട ആവശ്യമുള്ളൂ. ഇനി നെക്സ്റ്റ് ബി, 8 rupees 8 പൈസ. ആൻഡ് പേജ് നമ്പർ 45, എക്സാമ്പിൾ 5 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 8 rupees 8 പൈസ എന്ന് പറയുമ്പോൾ റുപ്പീസിനെ നമുക്ക് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട വേറെ മെത്തേഡ്, വേറൊരു വർക്കൊന്നും വരുന്നില്ല. പൈസേനെ മാത്രം നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. 8 rupees 8 rupees ആയിട്ട് തന്നെ എഴുതാം. 8 പൈസേനെ നമ്മൾ എങ്ങനെ മേലെ കൺവേർട്ട് ചെയ്തേ? 8 by 100. അപ്പോൾ 8 rupees 8 പൈസ എന്ന് പറയുന്നത് റുപ്പീസ് 8 പ്ലസ് റുപ്പീസ് 8 by 100. റുപ്പീസ് 8 പ്ലസ് റുപ്പീസ് 8 by 100. അപ്പൊ എത്ര വരും? റുപ്പീസ് 8 പ്ലസ് റുപ്പീസ് 0.08. 8 by 100 എന്ന് പറയുന്നത് 0.08. That's equal to rupees 8.08. മനസ്സിലാവായികയുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മുഖം കാണുമ്പോ, എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവാത്ത പോലെ തോന്നുന്നുണ്ട് ഇതല്ലേ? നമുക്കറിയാം അല്ലെ, 1 പൈസ എന്ന് പറയുന്നത്, സോറി, 1 റുപ്പി എന്ന് പറയുന്നത് is equal to 100 പൈസയാണ്. 1 റുപ്പി is equal to 100 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 1 പൈസ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 രൂപേനെ, ഇതാണ് 1 രൂപ. 1 രൂപേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 പാർട്സ് ആക്കുന്നു. ഇങ്ങനെ 100 പാർട്സ് ആക്കുന്നു. ഇതിപ്പോ കുറച്ചേ ആക്കാൻ പറ്റുള്ളൂ, 100 ഒന്നും ആക്കാൻ പറ്റില്ല. 1 രൂപേനെ 100 പാർട്സ്, കാരണം 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ് അല്ലെ? അപ്പൊ 1 രൂപേനെ നമ്മൾ ഇതുപോലെ കുറെ 100 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താല്
അതില് ഒരു പാർട്ടിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഇങ്ങനെ 100 പാർട്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ടിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഈ ഒരു പാർട്ടിനെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 100 പാർട്സ് ആക്കിയാൽ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു രൂപേനെ 100 പാർട്സ് ആക്കി നമ്മൾ 100 പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ടിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 1/100 അല്ലേ? 1/100 അല്ലേ? ഒരു പാർട്ടിനെ നമ്മൾ 1/100 എന്ന് പറയും. അങ്ങനെയാകുമ്പോ ഇവിടെ നമ്മൾ ഒരു രൂപേനെ 100 പൈസയാക്കി ഡിവൈഡ് ചെയ്തു. ഒരു രൂപേനെ 100 പൈസയാക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു പൈസേനെ നമ്മൾ എങ്ങനെ പറയും? 1 പൈസ is equal to എങ്ങനെ പറയും? ഈ ഒരു ഡയഗ്രം നോക്കിയാൽ മതി. ഒരു രൂപേനെ 100 പാർട്സ് ആക്കിയതിനെ 1/100 എന്ന് പറയുന്നു. ഈ 100 പാർട്സ് എന്ന് പറയുന്നത് 100 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പൈസേനെ എങ്ങനെ പറയാം? 1/100 എന്ന് പറഞ്ഞൂടെ? 1 പൈസ എന്ന് പറയുന്നത് 1 പൈസ എന്ന് പറയുന്നതാണ് ഇതിൽ 1 പാർട്ട്. ഒരു രൂപേനെ നമ്മൾ 100 പാർട്സ് ആക്കി. ആ 100 പാർട്സിൽ ഒരു പാർട്സിനെ നമ്മൾ 1/100 എന്ന് പറയുന്നു. ഈ 1 പാർട്ട് എന്ന് പറയുന്നത് 1 പൈസയാണല്ലേ? ഒരു രൂപേനെ 100 പാർട്സ് ആക്കിയാൽ അത് 100 പൈസയാണ്. ആ 100 പൈസയിൽ ഒരു പൈസ എന്ന് പറയുന്നത് 1/100 അല്ലേ? അല്ലേ? അങ്ങനെ നമുക്ക് എത്ര പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്പൊ 2 പൈസയാണെങ്കിലോ, 2 പൈസയാണെങ്കിൽ 2/100. 23 പൈസയാണെങ്കിൽ 23/100. അങ്ങനെ നമുക്ക് എത്ര പൈസ തന്നാലും അതിനെ ബൈ 100 ആക്കിയാൽ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാം. പൈസേനെ ബൈ 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എത്രയാ തന്നിരിക്കുന്നത്? 8 പൈസ. 8 പൈസേനെ അല്ലെ, ആദ്യത്തേത് 8 പൈസയല്ലേ? 8 പൈസേനെ നമുക്ക് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യണം. രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 8/100 ചെയ്താൽ മതി. 8/100 എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ കൺവേർഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 8/100 ഡിനോമിനേറ്ററിൽ 2 0 വരുന്നു. 2 0 വരുമ്പോ ഡെസിമൽ പാർട്ടില് 2 ഡിജിറ്റ്സ് വേണം. അപ്പൊ 0.08 rupees. 0.08 rupees. അടുത്തത് 8 rupees. 8 rupees 8 paise. 8 rupees 8 paise. 8 rupees ne നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. 8 rupees അതുപോലെ തന്നെ. 8 rupees plus rupeesum പൈസയും ഒരുമിച്ച് വരുന്ന സമയത്ത് that should be added. Rupees and paise should be added. നമ്മൾ റുപ്പീസിലേക്ക് മാറ്റുന്നുണ്ടെങ്കിലും പൈസയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിലും അത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ രണ്ടും നമ്മൾ റുപ്പീസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റുപ്പീസും പൈസയും കൂട്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇനിയിപ്പോ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റുപ്പീസും പൈസയും കൂട്ടിയിട്ട് ആഡ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് 8 rupeesum 8 paiseyum. 8 rupees അതുപോലെ തന്നെ എഴുതുക, കാരണം നമുക്ക് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. പൈസേനെ നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 8/100. 8 പൈസേനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 8/100 rupees. എത്ര വരും? 8 പ്ലസ് റുപ്പീസ് അതുപോലെ തന്നെ 8 rupees പ്ലസ് 8/100 എന്ന് പറയുമ്പോൾ 0.08. ആഡ് ചെയ്യുമ്പോൾ 8.08
rupees. 8.08 rupees. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്തതൊന്ന് നോക്കിയേ. 88 rupees. 88 rupees 88 paise. 88 rupees 88 paise. 88 rupees അതേപോലെ തന്നെ എഴുതാം. ഇനി 88 പൈസേനെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും? എത്ര പൈസ തന്നാലും റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബൈ 100 ചെയ്താൽ മതി. എത്ര വരും? 88 rupees 88 paise. അപ്പൊ 88 plus 88 പൈസേനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.88. 0.88 ആഡ് ചെയ്യുമ്പോൾ 88.88 rupees. ഒന്നും ചെയ്യാനില്ല. പൈസേനെ നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അത്രേ ചെയ്യാനുള്ളൂ. എന്നിട്ട് അത് രണ്ടും റുപ്പീസും പൈസയും തമ്മിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് 60 പൈസ അല്ലേ? 60 പൈസേനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? സിമ്പിൾ ആയിട്ട് 60 ബൈ 100 ചെയ്താൽ മതി. 60 ബൈ 100 എന്ന് പറയുമ്പോൾ 0.60 rupees. അത്രേ ഉള്ളൂ. അടുത്തത് 325 പൈസ. നെക്സ്റ്റ് 325 പൈസ. പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 325 ബൈ 100. അത്രയും മാത്രം ഓർത്താൽ മതി. പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 325 ബൈ 100 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺവേർഷൻ പഠിച്ചു. എന്താ? അതപ്പോ എത്ര ഡിജിറ്റ്സ് വേണേലും ഉള്ള നമ്പേഴ്സ് ആയാൽ എത്ര ഡിജിറ്റ്സ് ഉള്ള പൈസ തന്നിട്ടുണ്ടെങ്കിലോ അതിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബൈ 100 ചെയ്താൽ മതി. 100ലും വലിയ നമ്പേഴ്സ് വന്നാലും പ്രശ്നമില്ല? ഇല്ല, പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ 325 പൈസ എന്ന് പറഞ്ഞു. 325 പൈസ എന്ന് പറയുമ്പോൾ അതിനെ ബൈ 100 ചെയ്താൽ അത് റുപ്പീസിലേക്ക് കൺവേർഷൻ നടന്നു കഴിഞ്ഞു. ഇതിപ്പോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.25 എന്ന് കിട്ടും. 3.25 റുപ്പീസ് കിട്ടും. 3.25 റുപ്പീസ് എന്ന് പറഞ്ഞാല് 3 rupees 25 പൈസയാണ് അല്ലെ? ഇവിടെ നമ്മൾ നോക്കിയല്ലോ 88.8 റുപ്പീസ് എന്ന് പറയുന്നത് 88 rupees 88 പൈസയാണ്. 8.08 റുപ്പീസ് എന്ന് പറയുന്നത് 8 rupees 8 പൈസയാണ്. അതേപോലെ 3.25 റുപ്പീസ് എന്ന് പറഞ്ഞാല് 3 rupees 25 പൈസയാണ്. 325 പൈസ. 325 പൈസ എന്ന് പറയുമ്പോൾ 3 100 പൈസയും 25 പൈസയും കൂടിയതാണ് അല്ലെ? 300 plus 25 300 plus 25 ആണ് 325. 300 എന്ന് പറയുമ്പോൾ അതില് 3 100 വന്നു. ഒരു 100 പൈസ എന്ന് പറയുമ്പോൾ 1 രൂപയായി. 200 പൈസ എന്ന് പറയുമ്പോൾ 2 rupees ആയി. 300 പൈസ എന്ന് പറയുമ്പോൾ 3 rupees ആയി. അപ്പൊ 325 300 എന്ന് പറയുമ്പോൾ 3 rupees ആയി. പിന്നെ ബാക്കി വരുന്നത് 25 പൈസ. അതാണ് 0.25 rupees. അപ്പൊ നമുക്ക് ടോട്ടൽ 3.25 rupees കിട്ടും. ഇനി ഇതിനകത്തുള്ള എക്സാമ്പിൾസ് ഒന്നും കൂടി നോക്കിയേ. പേജ് നമ്പർ 47. പേജ് നമ്പർ 47 10th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. എക്സ്പ്രസ് ദി ഫോളോയിങ് ആസ് റുപ്പീസ് യൂസിങ് ഡെസിമൽസ്. അതൊന്ന് ആ 4 എണ്ണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. നോട്ടിലല്ലേ മിസ്? നോട്ടിൽ ചെയ്തോ. ഫസ്റ്റ് വൺ
5 പൈസ. 5 പൈസ എന്ന് പറയുന്നത് 0.05 rupees ആണോ? ഓക്കെ. നെക്സ്റ്റ് 55 പൈസ. That's equal to 0.55 rupees. അല്ലേ? Next 55 rupees 55 paise. That's equal to 55.55 rupees. Next 555 paise equal to 5.55 rupees. Okay. മനസ്സിലായല്ലോ? അത് കുഴപ്പമില്ലല്ലോ. Next, example 6, page number 45. Express 25 millimeter in centimeter, meter and kilometer. അതിനാദ്യം നമ്മൾ പഠിക്കേണ്ടത് സെന്റിമീറ്ററും മില്ലിമീറ്ററും കിലോമീറ്ററും തമ്മിലുള്ള റിലേഷൻ. അത് ഒരുപാട് റിലേഷൻസ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറേ റിലേഷൻസ് വരും. ഇവിടെ നമുക്ക് മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്കും മീറ്ററിലേക്കും കിലോമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. അല്ലേ? അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് എന്ത് ചെറുപ്പം തൊട്ടേ പഠിക്കുന്നത്? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ is equal to 10 millimeter. അല്ലെ? നമ്മൾ ഫസ്റ്റ് സ്കെയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കുന്നതാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter ആണ്. ഓക്കെ. ഇനി 1 മീറ്റർ, 1 meter is equal to എത്ര സെന്റിമീറ്റർ? 1000 millimeter. 1 centimeter is equal to എത്ര 1 meter is equal to എത്ര സെന്റിമീറ്റർ? എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഫാക്ട്സ് ആണ് ഇത്. മീറ്ററും സെന്റിമീറ്ററും മില്ലിമീറ്ററും. 1 meter is equal to 100 centimeter. 100 centimeter ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അല്ലെ? അപ്പൊ 100നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മില്ലിമീറ്ററിലേക്ക് കൺവേർഷൻ ആയി. കാരണം 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1 സെന്റിമീറ്റർ is equal to 10 millimeter. അപ്പൊ 100 സെന്റിമീറ്ററിനെ നമുക്ക് മില്ലിമീറ്റർ ആക്കണമെങ്കിൽ 100നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1000 millimeter. അപ്പോ 1 സെന്റിമീറ്റർ is equal to 10 millimeter. 1 meter is equal to 1000 millimeter. ഈ ഒരു കൺവേർഷൻ വേണമെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോ, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. നെക്സ്റ്റ് 1 kilometer. 1 kilometer is equal to എത്ര മീറ്ററാ 1 kilometer എന്ന് പറയുന്നത്? എത്ര മീറ്ററാ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാ? 100 ആണോ 1000 ആണോ? കൺഫ്യൂഷൻ ആയല്ലേ? 1000 meter. 1000 meter is 1 kilometer. 1000 meter എന്ന് പറയുന്നത് 1 kilometer. അപ്പൊ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യുന്നു? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 into 1 meter is equal to 100 centimeter. അപ്പൊ 1000 meter is equal to 1000 into 100. That is equal to 1 lakh centimeter. 1 lakh centimeter. ഇനി 1 കിലോമീറ്ററിനെ നമ്മള് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ 1 kilometer is equal to 1 lakh centimeter എന്ന് കിട്ടി.
ഇനി അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 lakh into 10, that's equal to 10 lakh millimeter. അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഏതൊക്കെ? One centimeter is equal to 10 millimeter. അത് എഴുതാം. പിന്നെ 1 meter is equal to 100 centimeter. That is equal to 1000 millimeter. ഈ 100 into 10 എഴുതണ്ട. 1 millimeter is equal to 100 centimeter, 1000 millimeter. Next, 1 kilometer is equal to 1000 meter is equal to 1 lakh centimeter. That's also equal to 10 lakh millimeter. ഇത്ര എഴുതി വെച്ചാൽ ഒന്ന് പെട്ടെന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചേ. One centimeter is equal to 10 millimeter. 1 meter is equal to 100 centimeter is equal to 1000 millimeter. 1 kilometer is equal to 1000 meter. That's also equal to 1 lakh centimeter. That's also is equal to 10 lakh millimeter. എഴുതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കിയാല് ഈ തന്നിരിക്കുന്ന മില്ലിമീറ്ററിനെ 25 millimeter അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സെന്റിമീറ്ററിലേക്കും മീറ്ററിലേക്കും കിലോമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന മില്ലിമീറ്റർ എത്രയാ? 25 millimeter. 25 millimeterനെ നമ്മൾ ഫസ്റ്റ് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ മില്ലിമീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താ? 1 centimeter is equal to 10 millimeter. അല്ലെ? അപ്പൊ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 25 by 10. 25 by 10 ആണ് നമ്മൾ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. എത്ര കിട്ടും? ഈക്വൽ ടു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 സെന്റിമീറ്റർ. 2.5 സെന്റിമീറ്റർ. ഇനി 25 millimeterനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 25 millimeterനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു? 1 meter is equal to 1000 millimeter. അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 25 by 1000. 25 by 1000. ഓക്കെ, 25 by 1000 ചെയ്താൽ എത്രയാ? ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് വേണം, കാരണം 1000ന് 3 zeros ഉണ്ട്. 0.025 സെന്റിമീറ്റർ. ഇനി 25 millimeterനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? 25 by
25 by കിലോമീറ്ററും മില്ലിമീറ്ററും തമ്മിലുള്ള റിലേഷൻ നോക്കി. 1 kilometer is equal to 10 lakh millimeter അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 25നെ 10 lakh കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര സീറോസ് ഉണ്ട് 10 lakhന്? 1 2 3 4 5 6 സീറോസ് ഉണ്ട്. അപ്പൊ ഡെസിമൽ ആക്കി എഴുതുന്ന സമയത്ത് ഡെസിമൽ പാർട്ടിൽ 6 ഡിജിറ്റ്സ് വേണം. ഇവിടെ 2 5 ഉണ്ട്. ബാക്കി 4 സീറോസും കൂടി നമ്മൾ ആഡ് ചെയ്യാം. 0.00025 കിലോമീറ്റർ. മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 47-ലെ 8ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 45 പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 45 പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ 45 by 100 is equal to 0.45 rupees. എളുപ്പത്തിൽ കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് വൺ, 9 centimeter as meter. 9 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ നോക്കിയേ. 1 meter is equal to 100 centimeter. അല്ലെ? 1 meter is equal to 100 centimeter. അപ്പൊ 9 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 9 by 100 ചെയ്താൽ മതി. 9 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 9 by 100 equal to 0.09 meter. നമ്മൾ എന്ത് കൺവേർഷൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിലേഷൻ ഇല്ലേ, എന്താ ഈ റിലേഷൻ? ഇത് തെറവായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. 10 കൊണ്ടാണോ 100 കൊണ്ടാണോ 1000 കൊണ്ടാണോ ലാക്ക് കൊണ്ടാണോ 10 lakh കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? 9 centimeter is equal to 9 by 100 is equal to 0.09 meter. Next, 2.7 millimeter as centimeter. എത്രയാ? 2.7 millimeter as centimeter. മില്ലിമീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു റിലേഷൻ? 1 centimeter is equal to 10 millimeter. അപ്പൊ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2.7 by 10 equal to 2.7 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കടത്തിയിട്ടാൽ മതി. കാരണം 10 ഒരു 0 മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലെ? ഡെസിമൽ നമ്പറിനെ നമ്മള് 10 കൊണ്ടോ 100 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിൽ വരുന്ന സീറോനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്തിടണം. ഇവിടെ 2.7 by 10 ആ വരുന്നത്.
അല്ലെ 2.7/10 വരണം. അപ്പൊ 10ന് ഒരു 0 ആണുള്ളത്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2.7 ഇല്ല, ഓൾറെഡി ഉള്ള ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ, ആ ഡെസിമൽ പോയിന്റ് ഒരു ഡിജിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കടത്തിയിടാം. ഇപ്പൊ ഇവിടെ ബൈ 100 ആണ്. ആ 0.27 വരുമോ? 0.27 വരും. 0.27 സെന്റിമീറ്റർ എന്ന് വരും. അതെന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ 2.7/100 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ പോയിന്റ് എന്ത് ചെയ്യണം? 0.027 വരും. 0.027 വരും. അതായത് ഈ പോയിന്റ് 0 ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി. 10 കൊണ്ടും 100 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവിടെ 1000 ആണെങ്കിൽ 0.0027 വരും. ഓക്കെ, 0 പോയിന്റ് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും കൺവേർഷൻ മനസ്സിലായല്ലോ? ഇനി അതിൽ 3 എണ്ണം കൂടിയുണ്ട് ലെങ്തിൻ്റെത് വരുന്നത്, 6ാമത്തതും 7ാമത്തതും 8ാമത്തതും. അത് 3 എണ്ണം നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കിയേ ആ കൺവേർഷൻ. ഓക്കെ, നമ്മുടെ ടൈം തീരാറായി. അപ്പൊ ആ 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, പേജ് നമ്പർ 47 അല്ലേ, അതില് 6ാമത്തത് 7ാമത്തതും 8ാമത്തതും അത് 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ഇപ്പൊ തന്നെ ഒന്ന് കൺവേർഷൻ ചെയ്തിട്ട് ഒന്ന് അയച്ചു തരണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.